ദൈവം എന്തിനാണെന്നൊക്കെ മകൻ അപ്പനോടൊരു ചോദ്യം ചോദിച്ചു. അപ്പൻ മകനോട് ഉത്തരം പറയാതെ മറുചോദ്യമാണ് ചോദിച്ചത്. ദൈവത്തെ നിനക്ക് ആവശ്യമുണ്ടോ? ദൈവത്തെ എന്തിനാവശ്യം? എനിക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളപ്പം. അപ്പന്റെ അടുത്ത ചോദ്യം ഇതായിരുന്നു, മാതാപിതാക്കളെ നീ പ്രാപ്തനായി കഴിയുമ്പോൾ നിനക്ക് ആവശ്യമുണ്ടോ? അവൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഇല്ല. തന്നെ കാര്യങ്ങൾ ചെയ്യാൻ, കാര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുങ്ങിയ പിന്നെ മാതാപിതാക്കളെ ആവശ്യമുണ്ടോ? അപ്പനെ മകന് പറഞ്ഞു കൊടുത്ത ഒറ്റ ചിന്ത, മോനെ, മാതാപിതാക്കളെക്കാളും നീ വലുതായെന്നാണ് അവരെ നിനക്ക് വേണ്ട എന്ന് നീ പറയുമ്പം നീ പറയാതെ പറയണത്. ഇത് തന്നെയാണ് ദൈവത്തോട് ബന്ധപ്പെടുത്തിയത്. ദൈവത്തെക്കാൾ വലുതാവുക എന്നൊക്കെയുള്ള ചിന്തയിലേക്ക് കാലം യൗവനങ്ങളെ ചേർത്തു പിടിച്ചു കൊണ്ടുപോകുമ്പം നോമ്പുകാലം നമ്മളോട് പറയാണ്, ഗതികേടിന്റെ കാലത്തു മാത്രം അഭയം തേടുന്ന ഒബിയച്ചന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഒരു ഇൻഷുറൻസ് പോളിസി പോലെ തമ്പുരാൻ അങ്ങ് അധപതിച്ചുകൊള്ളു. കാര്യം കാണാൻ വേണ്ടി മാത്രം തമ്പുരാനെ കൂട്ടുപിടിക്കുന്ന ഒരു സങ്കടകാലത്ത് നിന്ന് എപ്പോഴും കൂടെയുള്ളവനെ ഓർത്തെടുക്കുന്ന, പരിഗണിക്കുന്ന, അവന്റെ പരിപാലനയിലാണ് ജീവിതമെന്ന്, ആ പരിലാളനയാണ് എൻ്റെ ജീവിതത്തിന്റെ കരുത്തെന്ന് പറയാൻ തക്ക വിധമുള്ള ഒരു കാലമായി നോമ്പുകാലം മാറേണ്ടതുണ്ട്. കൂടെയുള്ളവനെ തൊട്ട് ചേർത്ത് ചങ്കിൽ കൊണ്ടു നടക്കുന്ന കാലം. കൃപയ്ക്കായി പ്രാർത്ഥിക്കാം.